ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്ന് കണ്ടുവന്നാലോ. അപ്പോൾ നമ്മുടെ ആദ്യം മുതൽ സ്കൂളിൽ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിന്ന് പോപ്കോൺ ആണ് കേട്ടോ നമുക്ക് സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുക്കണത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പത്തിരിയാണ്. അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് ടിഫിനായിട്ട് വെക്കുന്നത്. ഇന്ന് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ വണ്ടി വരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ടവലായിട്ടാണ് രണ്ടുപേരും കളി കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി സ്കൂളിൽ പോകാൻ വേണ്ടി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനി ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് റെഡി ആവണം. അതിൻ്റെ നമ്മൾ ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ നിന്ന് യെല്ലോ ബേബി ഉണ്ട് കേട്ടോ. ഇന്ന് ജിമ്മിന് പോകാൻ പറ്റിയില്ല. യെല്ലോ ബേബിനെ ഒന്ന് ക്ലാസ്സിൽ കൊണ്ടുപോകണ കാരണം തന്നെ നമ്മൾ ജിമ്മിൽ നിന്ന് മുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ യെല്ലോ ബേബിനെ ഇട്ടാണ് ഇന്ന് ക്ലാസ്സിൽ പോകുന്നത്. ഇന്ന് എന്താണ് അവസ്ഥ നമുക്ക് ക്ലാസ്സിൽ പോയാൽ കാണാം കേട്ടോ. കുട്ടി മാഷാള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അടിക്കണ സമയത്ത് മൂപ്പരാൾ അവിടെ നല്ല കുട്ടിയായിട്ട് ഇരുന്നിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഭയങ്കര നാണൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. പിന്നെ യെല്ലോ ബേബി കുറച്ച് ക്ലിപ്പ് മേടിക്കാണ്ടായിരുന്നു. അവളെ ക്ലിപ്പൊക്കെ ഒക്കെ കളഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലിപ്പും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ ചാവക്കാട് നിന്നിട്ട് മേടിച്ച് ഗുരുവായൂർ പോയില്ല. എന്നിട്ട് ഇതേ ആദമിൻ്റെ സ്കൂൾ വണ്ടി വന്നപ്പോൾ ഇതേ അതിന് ഓസിൽ ഇറങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ. ഓസിൽ തീരെ ഇറങ്ങണില്ല. എന്ത് പറ്റിയാണോ തീരെ കുട്ടി ഇറങ്ങാൻ കുട്ടാക്കണില്ല കേട്ടോ. വേറൊരു കുട്ടീനെ തുടങ്ങി ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിതേ എനിക്കൊന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. നമ്മൾ ബാങ്ക് ഒന്ന് കണ്ടിട്ട് വരണ്ട. മാസം അവരെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമമായിട്ട് ഇനി അവർ നമ്മളെ തിരഞ്ഞ് വെറുതെ വീട്ടിലേക്ക് അവർ വെറുതെ വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളായിട്ട് നേരത്തിനും കാലത്തിനും പോയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാങ്കിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ നേരെ ചാവക്കാട് കാണട്ടോ പോകുന്നത്. പിന്നെ ചാവക്കാട് പോകാൻ ബസ് കയറാൻ വേണ്ടി നേരെ മുത്തമ്മാവ് സെൻറ്ററിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കോൾ ചെയ്യണ ഒരാളുണ്ട്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് നടന്നു വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. നിച്ചു ആളും ഉമ്മാനായിട്ട് ബസ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചാവക്കാട് ഉണ്ടോയെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കണ്ടു. അങ്ങനെ ഞാൻ ചാവക്കാട് ഇറങ്ങിയപ്പോൾ ഉണ്ട് കുറേ കാലത്തിന് ശേഷം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അത് 1ാം ക്ലാസ് മുതൽ ഇപ്പം UKG വന്നിട്ടുണ്ടായിരുന്നു. UKG മുതൽ 7ാം ക്ലാസ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവനെ കണ്ടവനായിട്ട് കുറേ സംസാരിച്ച് ചെക്കൻ കല്യാണമൊക്കെ കഴിഞ്ഞൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നേരെ CDM-ലോട്ട് വന്നു. ഇനി CDM നോക്കിയപ്പോൾ ഒടുക്കത്തെ തിരക്ക് കേട്ടോ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ അപ്പുറത്തേക്ക് കൂടെ കയറി പോവാണ് കേട്ടോ. എന്നിട്ട് CDM ഞാൻ പൈസ ഇട്ട് നോക്കിയപ്പോൾ ഉണ്ട് അക്കൗണ്ടിൽ തീരെ കയറുന്നില്ല. അപ്പോൾ ഞാൻ നേരെ ബാങ്കിലോട്ട് പോയി. ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ നടന്നു വന്നു. കാരണം ബാങ്കിൽ പൈസ കയറിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ് 24 മണിക്കൂർ നോക്കുക, കയറിയില്ലെങ്കിൽ നാളെ വന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതും നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. എന്നിട്ട് നല്ല ദാഹം. അപ്പോൾ പിന്നെ ഒരു അവിൽ മിൽക്ക് കുടിച്ച് പോകാമെന്ന് വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് ഒരു അവിൽ മിൽക്കും കുടിച്ച് നേരെ വീട്ടിലോട്ട് വന്ന്. പിന്നെ മക്കളൊക്കെ മേലെ കഴുകി അവരൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ രണ്ടുപേരും ഒരാൾ ദിക്കറല്ലുമ്പോൾ മുസായിഫാണ് കേട്ടോ. മുസായിഫ് എന്ന് വെച്ചാൽ അവൾക്ക് വരെ വല്ല ബുക്ക് ഉമ്മറുടെ ബുക്ക് എന്തെങ്കിലും ഒരു ബുക്കാട് ഉണ്ടെങ്കിൽ അത് കൊടുത്തതിനുള്ള ആ കുട്ടി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മൾ എല്ലാം മുഹമ്മദ് പിന്നെ ഇരുന്നിട്ട് അതിനിരുന്ന് ഓതും കേട്ടോ. ഇനി നമ്മൾ രാത്രികൾ ഫുഡ് ഇത് നല്ല കുഞ്ഞിച്ചാള മുളകിട്ടതും സാമ്പാറും പിന്നെ ഒരു നുറുക്കുമീനും പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് ചോറൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നേരത്തെ യെല്ലോ ബേബിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ബൈ.